ചിലരാ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ എല്ലാവരും ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്ത് വോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു ക്യാമ്പയിൻ നടക്കുന്നത് ഞാൻ കണ്ടു. എല്ലാവരും ക്രിയേറ്റേഴ്സ് ഓരോരുത്തരെ സപ്പോർട്ട് ആയിട്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ബിഗ് ബോസ് കാണത്തില്ല, ഞാൻ കണ്ടിട്ടില്ല ഈ വട്ടത്തെ ബിഗ് ബോസ്. ഞാൻ അതുകൊണ്ട് എനിക്ക് ഒരാളെ പറ്റിയും പറയാൻ അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ഇഷ്ടമെന്ന് തോന്നുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യാം, മനസ്സിലായി? ആരും പറയണ കേട്ടിട്ടല്ല, അത് നിങ്ങൾക്ക് അതിനകത്ത് ജെന്യൂൻ ആയിട്ട് നിൽക്കുന്ന ആരാണെന്ന് തോന്നുക അതാൾക്ക് വോട്ട് ചെയ്യുക. നമ്മൾ വേറെ ഞാൻ എൻ്റെ ഇത് പറയാം, ഞാൻ ചില ആൾക്കാർക്ക് വോട്ട് ചെയ്തിട്ട് റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വട്ടമൊക്കെ ഞാൻ റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യുക, അത് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അല്ലാതെ ബിഗ് ബോസിനെ പറ്റി ഞാൻ ഒരു അഭിപ്രായം പറയത്തില്ല. കാരണം ഈ വട്ടത്തെ കാണത്തില്ല, എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഈ വട്ടത്തെ ഒരു സുഖമില്ലായിരുന്നു തുടക്കത്തിൽ. പക്ഷെ കുറെ പേര് കണ്ടു തുടങ്ങിയിട്ട് പറഞ്ഞ് ലാസ്റ്റൊക്കെ ആയപ്പോൾ അടിപൊളിയായിരുന്നു. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്ത് ജയിപ്പിക്കുക, അത്രേ ഉള്ളൂ ഞാൻ പറയണം, വേറെ ഒന്നും പറയണില്ല. സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് തുടങ്ങാം ഗൈസ്. നിങ്ങൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് RP-യിൽ ഞങ്ങളൊക്കെ ഇനാക്റ്റീവ് ആയതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും KVA vs TVA ഇങ്ങനെ എന്താ കത്തുന്നു അണയുന്നു എന്നുള്ള രീതിയിൽ. സോ TVയുടെ പ്ലേയേഴ്സിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് പേരുടെ സൈഡിൽ നിന്ന് എന്താ പറയുക, അൺവാണ്ടഡ് ആയിട്ടുള്ള ട്രിഗറിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു. സോ TVയുടെ സൈഡിലെ പിള്ളേർക്ക് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ടുള്ള വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി അത് തിരിച്ച് അവരും അത് കീപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. TVയുടെ സൈഡിൽ നിന്ന് ഇനി ആര് ട്രിഗർ ചെയ്താലും, ഇനി TVയുടെ സൈഡിൽ നിന്ന് ആര് TV vs KVA ട്രിഗർ ചെയ്താലും അവരെ ഞാൻ ഗ്യാങ് സ്ലോട്ടിൽ നിന്ന് മാറ്റുക. സോ അത് ഞാൻ ഡിസൈഡ് ചെയ്ത്. കാരണം നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് വെളിയിൽ നിന്ന് കാണുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസത്തെ സിറ്റുവേഷൻ ആയിരിക്കും. ഒരു സിറ്റുവേഷൻ നടക്കുമ്പോൾ ഞാൻ വെളിയിൽ 1.5 മണിക്കൂർ 2 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചാണ് ഓരോന്ന് സോൾവ് ചെയ്യുന്നത്. എനിക്ക് വയ്യ കൈസ്, ഇതിന്റെ പുറകിൽ ഇങ്ങനെ ഇരുന്ന് സോൾവ് ചെയ്യാൻ എനിക്കത് വയ്യ. നമ്മൾ സംസാരിച്ച് വേഴ്സ് ആയിക്കൊണ്ടിരിക്കുക, മനസ്സിലായോ? അപ്പോൾ ആ ഒരു സാധനം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ടൊരു വാർണിംഗ് പറഞ്ഞിട്ടുണ്ട്, ഇത് ചെയ്യാൻ പാടില്ലെന്ന്. നൗഡേസ് കണ്ണാപ്പി RP അവൻ അതെങ്കിലും ചെയ്യണം, പുണ്ടച്ചി അതെങ്കിലും ചെയ്യണം. ചെയ്തില്ലെങ്കിൽ അവനെ അടിക്കും ഞാൻ, മനസ്സിലായ? അവൻ കാരണമാണ് 14 ദിവസം സസ്പെൻഷൻ കിട്ടി ബാക്കി ഒരാൾക്കും RP-ക്കകത്ത് കയറാൻ പറ്റാത്ത. അപ്പൊ അവനെങ്കിലും RP ചെയ്യണം, മിനിമം അവനെങ്കിലും ചെയ്യണം. ചെയ്തില്ലെങ്കിൽ അവനെ അടിയാ. അവൻ അത് ചെയ്യട്ടെ, അവൻ അങ്ങനെ ഇത് കുറച്ച് ദിവസം ചെയ്യട്ടെ, അതാണ് നല്ലത്. ബോബോയും ഗൈസ് എല്ലാവരുടെയും കാര്യം ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരെ ഞാൻ ഇങ്ങനെ വന്നിരുന്ന് കുറ്റപ്പെടുത്താം എന്നത് ശോകമാണ്. ഇപ്പൊ എനിക്ക് താല്പര്യമില്ല അതിനകത്തോട്ട്. അപ്പോൾ എല്ലാവരുടെയും ട്രിഗർ ആക്കണം. ഇനി അതുകൊണ്ട് ഞാൻ പറയാം, കോമൺ ആയിട്ട് പറഞ്ഞേ, ഇനി ആര് സിറ്റുവേഷൻ ട്രിഗർ ആക്കിയാലും ഞാൻ അവരെ TVയുടെ ഗ്യാങ് സ്ലോട്ടിൽ നിന്ന് എടുത്ത് മാറ്റും, മനസ്സിലായ? ബാൻ എന്നാ മാറുന്നത്? ഇനി ഒരു 4 ദിവസം കൂടെ ഉണ്ടാവുമെന്ന് തോന്നുന്നു കേട്ടോ. 3 ദിവസമാണോ? എത്ര ദിവസമായി? ഞാൻ ലൈവ് വന്നിട്ട് എത്ര ദിവസമായി ഗൈസ്? 10 ദിവസമായി ഞാൻ ലൈവ് വന്നിട്ട്, ഇല്ലെന്ന് തോന്നുന്നല്ലേ? 10 ദിവസമായില്ലല്ലോ. ലാസ്റ്റ് ലൈവ് 1 ആഴ്ച മുമ്പായിരുന്നല്ലേ? അപ്പോൾ എല്ലാവർക്കും വെൽക്കം. 2 വീക്കായോ? 8 ദിവസം 7 ദിവസം എന്തോ ഉള്ളൂ. 8 ദിവസം 7 ദിവസം എന്തോ ഉള്ളൂ. 6 ഡേയ്സ് എന്തോ ആയുള്ളൂ ഞാൻ ലൈവ് വരാതെ. ക്രിക്കറ്റ് എക്സ്പീരിയൻസ് ഗൈസ്, അതുകൂടെ പറഞ്ഞ് തുടങ്ങാം. അല്ല, ഞാനൊരു കാര്യം പറയാം. ഉച്ചയ്ക്ക് കോച്ചിന്റെ ലൈവിൽ ഇരുന്ന് PUBGയും കളിച്ച് തിന്നുക, ഉറങ്ങുക, ഗെയിം കളിക്കുക, സ്ട്രീം ചെയ്യുക, ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഞാൻ വർഷങ്ങൾക്ക് ശേഷം വിരാട് കോഹ്ലിയും അവരൊക്കെ കളിക്കുന്ന മറ്റേ ലെതർ ബോളിൽ വരുമ്പോൾ ധോണിയുടെ ജേഴ്സി നമ്പർ ഇട്ടെന്ന് വിചാരിച്ച് നിങ്ങളൊക്കെ എന്താണ് പ്രതീക്ഷിച്ചത്? ഞാൻ ഒരു എല്ലാ കളിയും സെഞ്ചുറി വെച്ച് 2020 അടിക്കും, ഭയങ്കര ഇതാണ്. എടാ, എനിക്ക് കമന്റ് സെക്ഷനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ 1000 മീഡിയക്കാരുണ്ടായിരുന്നു. 1000 മീഡിയക്കാരുണ്ടായിരുന്നു അവിടെ. എടാ, ഇവരെല്ലാവരും ഓരോ ടൈറ്റില്, ഒരാളുടെ ടൈറ്റിൽ ഇട്ടേന്നുണ്ടോ? ക്രിക്കറ്റ് ബാറ്റ് വെച്ച് ക്രിക്കറ്റ് കളിക്കുന്ന ഈഗിളിനെ കണ്ടോ? പിന്നെ സാമാനം വെച്ചാണോ ക്രിക്കറ്റ് കളിക്കണേ? ഇവർ ടൈറ്റിലാണ് നമ്മളെ പണിക്കളയും, നമ്മളെ, മനസ്സിലായോ? നമ്മളെ ഒന്നാമത്തെ കാര്യം, ഈ മീഡിയ വൈസ് ആൾക്കാർക്ക് അതിനകത്ത് ഓഡിയൻസിന് നമ്മളെ അറിയത്തില്ല. അവരെ ഒന്നും അവർക്കാർക്ക് നമ്മളെ അറിയത്തില്ല. അതിന്റെ ഓഡിയൻസ് കുറെ പേരെടുത്ത് ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ സിദ് ശ്രീറാം ഒക്കെ നീലക്കുയിലിനെ ഫോളോ ചെയ്ത് വെച്ചിരിക്കുന്നു. പുള്ളി അതെങ്ങനെ ഫോളോ ചെയ്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇങ്ങനെ വെറുതെ എടുത്ത് ഇത് ആരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോൾ സിദ് ശ്രീറാം ഒക്കെ നീലക്കുയിലിനെ ഫോളോ ചെയ്തിരിക്കുന്നത്. പുള്ളി എന്തോ തെറിവിളിക്കാനെന്തോ, അല്ലെങ്കിൽ ഇൻബോക്സിൽ തെറിവിളിക്കാനെന്തോ ആണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമേ മെസ്സേജ് അയക്കാൻ പറ്റത്തുള്ളൂ തോന്നിട്ടാ. അങ്ങനത്തെ ലാസ്റ്റ് എടാ, നിങ്ങൾ വിചാരിക്കും ഗൈസ്, വേറൊരു സത്യം പറഞ്ഞാട്ടെ, ഈ നീലക്കുയില് ഇങ്ങനൊക്കെ പറയുന്ന മീഡിയാസിനൊക്കെ ഒരാളല്ല ഗൈസ്, പല ആൾക്കാരാ. അവരിങ്ങനെ പല സ്ഥലത്ത് പോവും. ഒരു ദിവസം അവിടുന്ന് 50 വീഡിയോ ഇങ്ങനെ അപ്ലോഡ് ചെയ്യും, മനസ്സിലായ? ഞാൻ ആദ്യത്തെ ദിവസം പോയി കളിച്ച്, ആദ്യത്തെ ദിവസം ഒരു റണ്ണിന് എന്തോ ആണ് ഔട്ടായത് കേട്ടോ. ഒരു റണ്ണിനൊക്കെ എന്തോ ഔട്ടായി പോയപ്പം ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം പ്രാക്ടീസ് ഒക്കെ ചെയ്ത് കളിച്ച്. 2ാമത്തെ കളി അത്യാവശ്യം നന്നായിട്ട് കളിക്കാൻ പറ്റി. 3ാമത്തെ കളി ഞാൻ ഒരു ബോളിൽ 11 റണ്ണാണ് ജയിക്കാൻ.
ഞാൻ ഇറങ്ങിയപ്പോൾ ചാറ്റിലെല്ലാവരും കുറെ പേര് അണ്ണൻ ഇപ്പോൾ ഒരു ബോൾ 12 അടിക്കും നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞു. എടാ ഇത് ഉപദ്രവിക്കാൻ ചെയ്യണ കാര്യമാണ്, മനസ്സിലായ? ഇത് ഉപദ്രവിക്കണം, എങ്ങനെയാലും എന്തെങ്കിലും പറയണം. ആ ചാറ്റ് നിങ്ങൾ കാണണമായിരുന്നു. ഞാനത് കണ്ട് ജീവിതം വെറുത്തു പോയി. എന്നിട്ട് ആ ഒരു ബോൾ ബീറ്റഡ് ആയപ്പോഴത്തേക്കിന് എന്ന് വെച്ചാൽ ലാസ്റ്റ് ബോൾ അടിക്കാൻ നിൽക്കാനല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ബാറ്ററി കൊണ്ടതുമില്ല, മനസ്സിലായ? പക്ഷെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ടെ ഗൈസ്, ഈ വെളിയിലിരുന്ന് കളിയാക്കുന്നവരൊക്കെ ഞാനിപ്പോൾ ഈ സെൻസിൽ എടുക്കുന്നുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആസ് എ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഈ ക്രിക്കറ്റ് കളിക്കാൻ മാത്രമായിരുന്നു ആ ടൂർണമെന്റ് കൊണ്ട് ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു ഓപ്പർച്യൂണിറ്റി. നമ്മൾ ബിഗ് സ്ക്രീനിൽ മാത്രം കണ്ടുവരുന്ന കുറച്ച് ആൾക്കാരുടെയൊക്കെ കൂടെ ക്ലോസ് ഇന്ററാക്ട് ചെയ്യാൻ പറ്റി 3-4 ദിവസം, മനസ്സിലായ? 3-4 ദിവസം അവരോട് സംസാരിക്കാൻ പറ്റി, കുറെ പേരുടെ കോണ്ടാക്ട്സ് സെറ്റ് ചെയ്യാൻ പറ്റി. വെളിയിൽ ഈ പറയണത് പോലെ എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ ഈ ബിഗ് സ്ക്രീനിൽ മാത്രം കാണുന്ന ആൾക്കാരുടെ കൂടെ പോയി ഫുഡ് കഴിക്കാനും ഡ്രിങ്ക്സ് കഴിക്കാനും ഒക്കെ ഒരു അവസരം കിട്ടി. പിന്നെന്താ പറയുക, കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഡെയിലി കിടന്ന് ഉറങ്ങി സ്ട്രീം മാത്രം ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് ഒരു 3-4 ദിവസം ഈ പറയണത് പോലെ ഫിറ്റ്നസ് ഒക്കെ നോക്കി രാവിലെ എണ്ണീറ്റ് പോയി പ്രാക്ടീസ് ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായി. അതിൻ്റെ കൂടെ കഴിച്ച് ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ ബോബിൻ്റെ പാട്ട് ഇറങ്ങുന്നതിൻ്റെ കാര്യത്തിൽ നമ്മുടെ സിദ്ധാർത്ഥ് ബ്രോ എനിക്കൊരു വലിയ കോൺടാക്ട് സെറ്റ് ചെയ്ത് തന്നു. പുള്ളിയൊക്കെ കിടിലം മനുഷ്യനാണ്. കുറേ പേരുണ്ട് അതിനകത്ത്, അങ്ങനെ കുറേ പേരുണ്ട്. ആൻഡ് നമ്മുടെ കൂട്ടത്തിൽ തന്നെ കുറേ പേർക്ക് ഈ ബിഗ് സ്ക്രീൻ അവസരങ്ങൾ കുറേ കിട്ടി. ഒരു വൈഡർ റേഞ്ച് ഓഫ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ആ ടൂർണമെന്റ്. പക്ഷെ വെളിയിലിരിക്കുന്നവർക്ക് പറയാം, എല്ലാവരും വിചാരം ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ 10 ദിവസം ടീം ഫോം ചെയ്തിട്ട് 10 ദിവസം, ഈ 10 ദിവസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത്. എടാ ഈ ലെതർ ബോളിൽ കളിക്കുന്നവരൊക്കെ ഉണ്ടോ ഗൈസ്? ഇവിടെ ലെതർ ബോളിൽ ക്രിക്കറ്റ് കളിക്കുന്നവരുണ്ടോ? അതിന്റെ ഒരു സുഖം പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അത് ഒരിക്കലും ഞാൻ വേറൊരു ബോളിനെ കുറ്റം പറഞ്ഞ, എല്ലാ ക്രിക്കറ്റിനും അതിൻ്റെയുള്ള ഭംഗിയുണ്ട്. പക്ഷെ ലെതർ ബോളിൽ ക്രിക്കറ്റ് കളിക്കുക എന്ന് പറയണത്, അതും അങ്ങനത്തെ ഒരു സ്റ്റേഡിയത്തിലും ഗ്രൗണ്ടിലും ക്രിക്കറ്റ് കളിക്കുക എന്ന് പറയണത് കുറേ പേരുടെ ഡ്രീമാണ്. ഫ്ലഡ് ലൈറ്റിലൊക്കെ, ഈ ഫ്ലഡ് ലൈറ്റ് ഒക്കെ ഉള്ള സ്റ്റേഡിയത്തിന് ഒരു മണിക്കൂർ എത്ര റെൻ്റെന്ന് അറിയാമോ നിങ്ങൾക്കൊക്കെ? നോർമലി 15,000, 20,000, 90,000 രൂപ, അല്ല 90,000 എന്നല്ല, 20,000 രൂപയൊക്കെയാണ് ഒരു മണിക്കൂറത്തെ റെന്റ്. അങ്ങനത്തെ ഒരു ഗ്രൗണ്ടിലൊക്കെ നമുക്ക് ഈ ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയാം. അതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷം. സത്യം പറയാതിരിക്കാൻ വയ്യ. അല്ലാതെ ഇവര് ഈ വീട്ടിൽ ഇരുന്ന് ആ കളിയാക്കുന്ന ആൾക്കാർക്ക് അതേ പറ്റുള്ളൂ. ഞങ്ങൾക്കൊക്കെ എന്തോരം ഓപ്പർച്യൂണിറ്റീസും എന്തോരം സാധനങ്ങളും ഈ ഒരു സിംഗിൾ ടൂർണമെന്റിൽ കിട്ടിയെന്നറിയോ? പറയാതിരിക്കാൻ വയ്യ ഗൈസ്. അപ്പോൾ അതായിരുന്നു അതിന്റെ എക്സ്പീരിയൻസ്. അതുകൂടെ പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. ഇനി കളിയുണ്ടോ? ഇനി അടുത്ത വയനാട് മറ്റേ വലിയൊരു ഗ്രൗണ്ട് ഉണ്ടല്ലോ, അതിന്റെ പേരെന്താണെന്ന് എനിക്ക് മനസ്സിലായി. അവിടെയാണെന്ന് തോന്നുന്നു അടുത്ത മാസം 2 മാച്ച് ഉണ്ട്. അടുത്ത മാസം എന്തോ ആണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ്. എല്ലാവർക്കും ഹായ്. ഗ്യാങ് വെഹിക്കിൾ അപ്ഡേറ്റ്. എടാ ഗ്യാങ് വെഹിക്കിൾ അമ്പത്തൂരാണ് പണിയുന്നത്. അമ്പത്തൂരെല്ലാം പണി കഴിയാറായെന്ന് തോന്നുന്നു. നമ്മുടെ ബാൻ മാറിയിട്ടേ എന്തായാലും സിറ്റിക്കകത്തോട്ട് കൊണ്ടുവരത്തുള്ളൂ. ഞാൻ ഈ RP കാര്യങ്ങൾ ഒന്നും സംസാരിക്കാൻ ഒന്നും കയറിയില്ല. എല്ലാം ഇനി ഒന്ന് കയറി സംസാരിക്കണം ഗൈസ്. എനിക്ക് ഒന്നിനുള്ള സമയം കിട്ടിയില്ല. ഞാൻ ഇപ്പം തന്നെ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് നോർമലി സെറ്റപ്പ് ചെയ്ത് വന്നതേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. ആൻഡ് വീട്ടിലത്തെ PC യും കൂടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വീട്ടിലത്തെ PC സെറ്റ് ചെയ്തിട്ട് വേണം വീട്ടിലോട്ട് പോയിട്ട് അവിടെ നിന്നും കൂടെ ലൈവ് ഇടാൻ. മാറി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ലൈവിനും ഭയങ്കര ഗ്യാപ്പ് വരും. ഈ ഒരു ഗ്യാപ്പ് ഇനി വരത്തില്ല. എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിച്ചു. ഇവിടെ ഇപ്പോൾ ഏകദേശം എല്ലാ സാധനങ്ങളും ആയി. എല്ലാം വെച്ച് ഇൻവെർട്ടർ വെച്ചു. ഇൻവെർട്ടറാണ് കുറച്ച് എനിക്ക് പണി തന്നത് കേട്ടോ. ഇൻവെർട്ടർ പിന്നെ ഇവിടെ കറണ്ട് അങ്ങനെ പോകാറില്ല, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വരും. ആ സമയത്ത് വൈഫൈ ഇത് ഓഫ് ആകാൻ പറ്റത്തില്ലല്ലോ നമുക്ക്. അതുകൊണ്ട് നല്ലൊരു ഓൺലൈൻ UPS വെക്കേണ്ട വന്നു.